ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യത്തിന്റെ തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. പ്രബോധകൻ എന്ന കോണിലൂടെ നോക്കിയാൽ സഹജീവികളെ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നയിക്കുന്ന പ്രബോധകനെ കാണാം. ഭരണാധികാരിയെ അന്വേഷിക്കുന്നവർക്ക് നീതിമാനായ ഭരണാധികാരിയെ ദർശിക്കാം. മർദിതൻ എന്ന കോണിലൂടെ പ്രവാചകനെ നോക്കുമ്പോൾ മർദ്ദന പീഡനങ്ങൾ ക്ഷമയോടെ നേരിട്ട ഒരു വ്യക്തിത്വത്തെ കാണാൻ കഴിയും. ഭക്തനായ പ്രവാചകനെ അന്വേഷിക്കുന്നവർക്ക് നിശയുടെ നിശബ്ദതയിൽ പ്രാർത്ഥന നിരതനാകുന്ന ഭക്തനായ പ്രവാചകനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ പറ്റി അമുസ്ലിമീങ്ങൾ പോലും വർണ്ണിക്കുകയും വായ്തോരാതെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മാത്രയിൽ ഇത് ലൈസ ബിവജ്ഹിൻ കദ്ദാബ്, ഒരു കള്ളം പറയുന്ന വ്യക്തിയുടെ മുഖമല്ല എന്ന് പറഞ്ഞ ആ ശബ്ദം ഇന്നും തരംഗമായി കൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചുകൊണ്ട് പാടുകയുണ്ടായി. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കാരുണ്യവാൻ നബി മുത്തുരത്നമോ. ജവഹർലാൽ നെഹ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അതേവരെ ചരിത്രത്തിൽ ഗണ്യമായ ഒരു പങ്ക് വഹിച്ചിട്ടില്ലാത്തവരും അറേബ്യയിലെ മണൽക്കാടുകൾ ജന്മഗേഹമായിട്ടുള്ളവരുമായ ഒരു ജനതയുടെ ഈ യാത്ര ഏറ്റവും വിസ്മയകരമായിരിക്കുന്നു. തങ്ങളുടെ പ്രവാചകന്റെയും അദ്ദേഹം നൽകിയ മനുഷ്യ സാഹോദര്യമാകുന്ന സന്ദേശത്തിന്റെയും അദമ്യവും വിപ്ലവകരവുമായ സ്വഭാവത്തിൽ നിന്നാവണം അവർക്ക് ഈ വമ്പിച്ച ചൈതന്യമത്രയും കിട്ടിയത്. സ്വാമി വിവേകാനന്ദൻ നബിയെക്കുറിച്ച് പറഞ്ഞത് മാനവ സാഹോദര്യത്തിന്റെ സർവ മുസ്ലിം സാഹോദര്യത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശസ്ത എഴുത്തുകാരിയും ഗവേഷകയും റോമൻ കാത്തലിക് സന്യാസിയുമായ കാരൻ ആംസ്ട്രോങ് പറയുന്നു, ചിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് നാം വായിച്ചിട്ടില്ല, എന്നാൽ പുഞ്ചിരിക്കുകയും അടുപ്പമുള്ളവരോട് കുസൃതി പറയുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം കുട്ടികൾക്കൊപ്പം കളി തമാശക്ക് സന്നദ്ധമാവുകയുണ്ടായി. ബർണാർഡോ ഷാ നബിയെക്കുറിച്ച് പറയുന്നത് കാണുക, അന്തിക്രിസ്തു എന്ന നിലക്കല്ല ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ മാനവരാശിയുടെ രക്ഷകനാണ് അദ്ദേഹം. ഇന്നിന്റെ യൂറോപ്പ് സ്വീകരിക്കുന്നതിനേക്കാൾ വർദ്ധിത ആവേശത്തോടെ നാളെയുടെ യൂറോപ്പ് മുഹമ്മദിന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രചാരകനും പ്രമുഖ യുക്തിവാദി നേതാവുമായ EV രാമസ്വാമി നായ്ക്കർ വിവരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അദ്ദേഹം പ്രസ്താവിച്ച ലക്ഷ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഉപരിയായി എന്തെങ്കിലും പറയുന്നതിന് ഇന്നുവരേക്കും ആരും അവതരിച്ചിട്ടില്ല. ആ നിലയിൽ മനുഷ്യ സമുദായത്തിന്റെ ജീവിത തുറകളിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉയർന്ന തത്വങ്ങൾ ഉൾക്കൊണ്ട ലക്ഷ്യങ്ങൾ നബി പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാമി അഗ്നിവേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിവരിക്കുന്നത് കാണുക, ഉള്ളിൽ നിറയെ കരുണ, ഭൂമിയോളം ക്ഷമ, നന്മയോടുള്ള അതിരറ്റ പ്രതിബദ്ധത, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചിത്രം. സാമൂഹിക വിപ്ലവത്തിന്റെ യഥാർത്ഥ സൂര്യ തേജസ് തന്നെയായിരുന്നു ആ മഹാനുഭാവൻ. അടിമവേലക്കും ബാലവേലക്കുമെതിരെ ഞാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിവരുന്ന പോരാട്ടത്തിന്റെ പ്രചോദനം പോലും പ്രവാചകൻ ഉൾപ്പെടെയുള്ളവർ കാണിച്ചു തന്ന മാതൃകകളാണ്. ലോക പ്രശസ്ത എഴുത്തുകാരനായ മൈക്കിൾ എച്ച് ഹാർട്ട് ദ 100 എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ വ്യക്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെലക്ട് ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി മുഹമ്മദ് നബിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. കാരണം അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരു വ്യക്തിത്വവും ഈ ലോകത്തുണ്ടായിട്ടില്ല. പ്രമുഖ സാഹിത്യകാരനും നോവലിസ്റ്റുമായ C. രാധാകൃഷ്ണൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വർണ്ണിക്കുന്നു, ചരിത്രത്തിന്റെ വഴി തിരുത്തിക്കുറിച്ച വരവായിരുന്നു പ്രവാചകന്റേത്. അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോ എൽ എസ്പോസിറ്റോ പറയുന്നു, ഏറ്റവും മാതൃകായോഗ്യനായ മതരാഷ്ട്രീയ നേതാവും മാതൃകായോഗ്യനായ ഭർത്താവും പിതാവുമാണ് അദ്ദേഹം. പ്രവാചകചര്യ, വ്യക്തിജീവിതത്തിലെ വൃത്തി, വസ്ത്രധാരണം,
ഭക്ഷണം കഴിക്കൽ, വിവാഹം, ഭാര്യയോടുള്ള പെരുമാറ്റം, നയതന്ത്രം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും മാർഗദർശനം നൽകുന്നു. ചുരുക്കത്തിൽ ലോകപ്രശസ്ത എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകരും മതനേതാക്കളും നബിയെ വർണ്ണിച്ചുകൊണ്ട് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മമതയുടെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സുന്ദരമായ സന്ദേശങ്ങൾ നബി പങ്കുവെക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.